ഈ പറഞ്ഞ സൂരജ് വധക്കേസിലെ പ്രതികൾക്ക് 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 8 പ്രതികൾക്കാണ് ജീവപര്യന്തം. കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ 9 CPM പ്രവർത്തകർ കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ 8 പ്രതികൾക്കാണ്, 2 മുതൽ 9 വരെ പ്രതികൾക്ക് ജീവപര്യന്തം. അരുൺ പാറക്കൽ ആ വാർത്തയുടെ നിർമ്മിച്ചിരുന്നു. അരുൺ, വിധിയുടെ വിശദാംശം എങ്ങനെയാണ്? ഹഷ്മി, തലശ്ശേരി സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ഇപ്പോൾ വിധി പ്രസ്താവിക്കുന്നത്. 8 പ്രതികൾക്ക്, അതായത് 2 മുതൽ 6 വരെയുള്ള 8 പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൊലപാതകത്തിൽ അവർ നേരിട്ട് പങ്കെടുത്തു എന്ന കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, PM മനോജ് നാരായണൻ, നെയ്യോത്ത് സജീവൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണിപ്പോൾ ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. ഇനി പ്രഭാകരൻ, KV പത്മനാഭൻ, രാധാകൃഷ്ണൻ, പുതിയപുരയിൽ പ്രദീപൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശിക്ഷ എന്തെന്ന് കോടതി വിധിക്കുകയാണ്. 11-ാം പ്രതിക്ക് 3 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഈ PM മനോജ് നാരായണൻ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരനാണ്. എന്തായാലും കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. 8 പ്രതികൾക്ക് ജീവപര്യന്തമാണ്. 2 മുതൽ തുടങ്ങുന്ന 8 പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. CPIM വിട്ട് BJPയിൽ ചേർന്ന എളമ്പലായി സൂരജിന് 2005-ൽ രാഷ്ട്രീയ വൈരാഗ്യത്താൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണിപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. 9 പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഇതിൽ TK രജീഷ്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ ഉള്ള പ്രതിയാണ് TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, PM മനോരാജ് നാരായണൻ, നെയ്യോത്ത് സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കാണിപ്പോൾ ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചത്. 11-ാം പ്രതിക്ക് 3 വർഷം കഠിന തടം വിധിച്ചിരിക്കുന്നു. ഇതിൽ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 6 മുതൽ 11 വരെയുള്ള പ്രതികളാണ് ഗൂഢാലോചനയും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കലും ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയത്. ഇതിൽ 10-ാം പ്രതി, ഈ കേസിൽ ഉൾപ്പെട്ട 10-ാം പ്രതിയായിരുന്ന നാഗത്താൻ കോട്ട പ്രകാശിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസ് പ്രതിഭാഗത്തിനായി വാദിക്കുന്നത് CK ശ്രീധരനാണ്. പ്രമുഖ ക്രിമിനൽ വക്കീലായ CK ശ്രീധരനാണ്. CK ശ്രീധരന് ഈ കേസിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതിന് കാരണം ഈ രണ്ട് പേരെ ഒരു പുനരന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളാണ്. അത് ഒന്ന് TK രജീഷ്, PM മനോജ് നാരായണൻ എന്നിവരാണ്. TK രജീഷിൻ്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് PM മനോജ് നാരായണനെയും അതുപോലെ തന്നെ TK രജീഷിനെയും പ്രതി ചേർത്തത്. ആ കേസിലാണിപ്പോൾ നേരിട്ട് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 8 പ്രതികൾക്ക് ജീവപര്യന്തവും 9-ാമനായ 11-ാം പ്രതിക്ക് അദ്ദേഹത്തിന് 3 വർഷം കഠിന തടവുമാണ് KT നിസാർ അഹമ്മദ് വിധിച്ചിരിക്കുന്നത്. BJP ഏറെ നോക്കിക്കണ്ട ഒരു കേസാണ്. അതുമാത്രമല്ല ഈ കണ്ണൂർ ജില്ലയെ കോളിളക്കം കൊള്ളിച്ച ഒരു കേസാണ്. 2005-ലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. മുഴുപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകനായ സൂരജിനെ ഓട്ടോറിക്ഷയിലെത്തിയ സംഘം അവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് മുൻപും സൂരജിനെതിരെ വധശ്രമം ഉണ്ടായിരുന്നു. അന്ന് കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹം 1.5 വർഷത്തോളം ചികിത്സയിലായിരുന്നു. അതിനുശേഷം വീണ്ടും RSSൻ്റെ സജീവ പ്രവർത്തകനായി സൂരജ് മാറി. RSSൻ്റെ മണ്ഡൽ ചുമതലയിലേക്കൊക്കെ സൂരജ് എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ CPM പ്രവർത്തകർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കം ആരംഭിച്ചത്. അതായിരുന്നു ഈ കേസിന് ഒരു ആസ്പദമായ സംഭവം ഉണ്ടായത്. 2005-ലാണ് ഈ കേസുണ്ടായത്. ഇപ്പോൾ ഇതാ 8 പ്രതികൾക്ക് ജീവപര്യന്തം ഉണ്ടായിരിക്കുന്നു. 11-ാം പ്രതിക്ക് 3 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. ഹാഷ്മി, മുഴുപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM പ്രവർത്തകർക്കുള്ള ശിക്ഷാവിധിയാണ് ഇപ്പോൾ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. 8 പ്രതികൾക്കാണ് ജീവപര്യന്തം. അതിൽ ഒന്നാം പ്രതി മരിച്ചു പോയിരുന്നു. TK രജീഷ് 2-ാം പ്രതിയാണ്. NV യോഗേഷ് 3-ാം പ്രതി. K ഷംജിത്ത് 4-ാം പ്രതി. PM മനോജിൻ്റെ സഹോദരനാണ് 5-ാം പ്രതി. നെയ്യോത്ത് സജീവൻ 6-ാം പ്രതി. പ്രഭാകരൻ 7-ാം പ്രതി. KV പത്മനാഭൻ 8-ാം പ്രതി. മനോംബേത്ത് രാധാകൃഷ്ണൻ 9-ാം പ്രതി. പുതിയപുരയിൽ പ്രദീപൻ 11-ാം പ്രതി എന്നിവർക്കാണിപ്പോൾ 9 പേരാണ് കുറ്റക്കാർ. ഈ പറയുന്ന
എന്താണ് പി എം മനോഹരൻ സഹോദരനടക്കം CPM മുൻ ലോക്കൽ സെക്രട്ടറിമാരായ പ്രഭാകരൻ, പത്മനാഭൻ എന്നിവരുൾപ്പെടെ 9 പേരാണ് കുറ്റക്കാർ. ഒരാളെ കോടതി അത് വെറുതെ വിടുകയും ചെയ്തിരുന്നു. 2005 ഓഗസ്റ്റ് 7-നാണ് ഈ കേസിനാസ്പദമായി ശിക്ഷയ്ക്കാസ്പദമായ കൊലപാതകം സംഭവം ഉണ്ടാവുന്നത്. ഇതിൽ 5 പേർക്കെതിരെ കൊലപാതക കുറ്റവും 4 പേർക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞതാണ്. അപ്പോൾ ഇന്നലെയാണ് എം വി ജയരാജൻ ഈ പറയുന്ന പ്രതികൾ നിരപരാധികളാണെന്നും ഇതിനെതിരെ അപ്പീൽ പോകുന്നൊക്കെയുള്ള പ്രതികരണം CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ നടത്തിയത്. തലശ്ശേരി കോടതിയിൽ നിന്നും അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നുണ്ട്. അരുൺ, കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? രാഷ്ട്രീയ പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ടോ? കേസിനോട് CPMന്റെ പ്രതികരണം എങ്ങനെയാണ് അരുൺ? അഷ്മി, കേസിൽ 8 പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.